ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഇൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നൊരു ഫുൾ ഡേ റുട്ടീനാട്ടോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം. ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിൽ എങ്ങനെയാണ് ഞാൻ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, എൻ്റെ കിച്ചണിലെ ജോലി എങ്ങനെ എളുപ്പമാക്കണത്, അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൊത്തിയരിഞ്ഞ പൊറാട്ടയും സവാളയും ക്യാപ്സിക്കയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ സവാളയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത ശേഷം അതിലേക്ക് 2 എഗ്ഗ് കൂടി ചേർത്ത് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. അത് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതുപോലെ കൊത്തിയരിഞ്ഞ പൊറാട്ട കൂടി ആഡ് ചെയ്തിട്ട് കൊത്തു പൊറാട്ടയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല രുചിയാണ്, നമുക്കിത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ പൊറാട്ട കഴിക്കുന്നത് ഹെൽത്തിന് ദോഷമാണെന്നല്ലേ പറയാറ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചാൽ കുറച്ചുകൂടി നമുക്ക് വെജിറ്റബിളൊക്കെ കഴിക്കാൻ അതിൻ്റെ കൂടെ കഴിച്ച് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വെജിറ്റബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഞാനിത് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന വെജിറ്റബിൾ അതുപോലെ ബാസ്ക്കറ്റിലോ ഫ്രിഡ്ജിലോ ഒന്നും സൂക്ഷിക്കാറില്ല. ഇതുപോലെ കഴുകി വൃത്തിയാക്കി നല്ല കോട്ടൺ തുണി വെച്ചിട്ട് തോർത്തിയിട്ടാണ് കണ്ടെയ്നറിൽ എടുത്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കാറാട്ടോ പതിവ്. അപ്പോൾ ഞാൻ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്, നമ്മളെ ജോലി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ നല്ല അഴുക്കായിരിക്കും. അങ്ങനെ ഇതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ കഴുകി വൃത്തിയാക്കി കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അപ്പോൾ നമുക്കിത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ രാവിലെ തന്നെ എണീച്ച് വന്ന് നമ്മൾ കിച്ചണിലെത്തുമ്പോൾ നമുക്ക് കുറേ സമയം വേസ്റ്റ് ആകുന്നത് ഇതുപോലെ നമ്മൾ വെജിറ്റബിൾ കഴുകാനും വൃത്തിയാക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക. അതുപോലെ ചിക്കനും മീനൊക്കെ നേരത്തെ കിട്ടുന്നവരാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്രഷ് ചെയ്ത് ചതച്ച് വെക്കുക. അതൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. നമ്മുടെ കിച്ചണിൽ നമുക്ക് കുറേ ടൈം വെറുതെ വേസ്റ്റായി പോകില്ല, ഇതൊക്കെ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായാൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ല റിലാക്സ് ആയിട്ട് കേട്ടോ എൻ്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊരു വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ഒഴിവ് സമയങ്ങളിലൊക്കെ കേട്ടോ ഞാനിത് ചെയ്യാറുള്ളത്. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വെജിറ്റബിളൊക്കെ നല്ല അഴുക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഫ്രിഡ്ജും എപ്പോഴും നീറ്റായിട്ടും ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2 കപ്പ് ബിരിയാണി അരിയിലേക്ക് ഒരു 4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും നെയ്യും ഉലുവയിട്ടിട്ട് ഞാനവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കനും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ മാറ്റിയ ശേഷം അതിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായി വഴറ്റി വരുമ്പോൾ അതിൻ്റെ കൂടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസ് ഉണ്ടല്ലോ അതൊരു 2 വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ചിക്കന് റൈസ് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ആ റൈസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കുറച്ച് ടൈം ഒന്ന് ദമ്മിട്ട ശേഷം നമ്മളിതൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റൈസായിരിക്കും. ഇത് ഭയങ്കര രുചിയുള്ളൊരു റൈസാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. ഒരുപാട് കറികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. അച്ചാറോ തൈരോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ പപ്പടമോ എന്തെങ്കിലും മതി, നല്ല അടിപൊളിയാണ്. പിന്നെ എൻ്റെ വൈകുന്നേരങ്ങളിലുള്ള ചായൻ്റെ കൂടെ ഞാൻ കഴിക്കുന്ന സ്നാക്സ് എന്ന് പറയുന്നത് 2 എഗ്ഗും ഒരു ശർക്കര മിഠായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.